നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ. അതായത് മുളകരച്ചിട്ടുള്ള മീൻകറി. അതിന് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, ചുമന്നുള്ളി, കറിവേപ്പില, ഇത്ര സാധനം മതി. അപ്പോൾ ഇതെല്ലാം വെളുത്തുള്ളി വേണം കേട്ടോ. വെളുത്തുള്ളി എടുക്കാൻ മറന്നുപോയി. വെളുത്തുള്ളിയും കൂടി എടുക്കണം. അപ്പോൾ എല്ലാം കൂടി നല്ല നേരിതായിട്ട് അരിഞ്ഞിട്ട് നമുക്കത് വാട്ടാൻ നേരം ഞാൻ കാണിക്കാം. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. മീൻകറി വെക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, ചുമന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ പുളി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത്ര സാധനം. അപ്പം നമുക്ക് തീ പിടിപ്പിച്ചിട്ട് ചട്ടി അടപ്പിട്ട് വെച്ച് കൊടുക്കാം. തീ പിടിപ്പിച്ചു, ചട്ടി അടപ്പത്ത് വെച്ച് ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. താമസം പിടിക്കും ചട്ടി ചൂടാവാൻ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീൻകറിയല്ലേ വെക്കുന്നത്, അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിട്ട് നന്നായിട്ട്. അപ്പോൾ നമുക്ക് ഉലുവയിട്ട് കൊടുക്കാവേ. ഉലുവയിട്ട് ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഉലുവ പൊട്ടട്ടെ. ഇനി കടുകിട്ട് കൊടുക്കാവേ. കടുകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് ഇഞ്ചി ഒന്ന് കുറച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറുമ്പോഴത്തേക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. ഉപ്പിടാം. കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മൊരിയട്ടെ. കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു, മറന്നുപോയി പറയാൻ. അപ്പോൾ ഇനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 കിലോ മീനാണ് കേട്ടോ. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതായത് നമ്മളുടെ കാശ്മീരി ചില്ലി, സാധാരണ എരിവുള്ള മുളക് പൊടി. ഇത് കാശ്മീരി ചില്ലി മാത്രം. ഇത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പാത്രം കാലിയൊക്കെ ഏതായാലും. ഇനി ഇതൊന്ന് നമുക്ക് മുരിച്ചു കൊടുക്കാം. എണ്ണ പോരാൻ തോന്നുന്നുള്ളവർക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷെ ഒഴിക്കുന്നില്ല. അപ്പോൾ ഇതിനുണ്ടല്ലോ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളമല്ല, പുളിയും കുടംപുളിയും വെള്ളവും കൂടി ഉള്ളത്. അത് ഒഴിച്ചു കൊടുക്കും. ഇനി അതൊന്ന് തിളക്കട്ടെ. തിളക്കട്ടെ. കണ്ടോ, ഇത് നല്ല ഇതായിട്ടുണ്ട്.
നമുക്കിതിനകത്തേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഒന്ന് ഇവിടെ ഇരുന്ന് നന്നായി വെട്ടി തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. ഇതാ ഇത്ര മീനുണ്ട്, 1/2 കിലോ മീനാണിത്. അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ഇവിടെയൊക്കെ ഒന്ന് പതുക്കെ, മുളകിൻ്റെ കുത്ത് ഭയങ്കര കുത്ത്. തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് തിളക്കിയിട്ട് കൊടുക്കാം. ഇനി അത് അവിടെ ഇരുന്ന് വറ്റട്ടെ കേട്ടോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. മീൻ വറുക്കാനിടാം കേട്ടോ. മീനും വറുത്ത് ഒരു കോവയ്ക്ക് മെഴുക്ക് പുരട്ടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. ചട്ടി ചൂടാവട്ടെ. ഞാൻ മീൻ വറുക്കാനിടാൻ പോകണേ. കൈക്ക് വണ്ണുള്ളതുകൊണ്ടാണ് നിങ്ങളിത് കാണാത്തത്. മുരിയട്ടെ. മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടേ. അപ്പോൾ നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ കിടക്കട്ടെ. എപ്പോഴേ ആ ചട്ടിയുടെ ചൂട് കൊണ്ട് അതൊന്നും കൂടെ മുരിഞ്ഞോളും. പിന്നെ മീൻകറി ഇവിടെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ്. മീൻകറി മീനകത്ത് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് എണ്ണ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഓഫ് ചെയ്യാണ്. ഇനി അടുത്തതാ ഇത്രയും കോവയ്ക്കുണ്ട്. ഈ കോവയ്ക്കയും കൂടി ഒന്ന് മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. എല്ലാം ഓഫ് ചെയ്ത് കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞ് ഇനി അടുത്തതേ സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് കോവയ്ക്ക മെഴുക്ക് പുരട്ടാനുള്ളത് എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. കോവയ്ക്ക, ചുമന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഒരു ഇത്തിരി ഉണക്കമുളക് ഞാൻ ഇട്ടിട്ടില്ല. ഉണക്കമുളക് ഇടണം അതിനകത്ത് ലാസ്റ്റ് ഇറക്കാൻ സമയത്ത്. ഇത്തിരി എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും. ഇതിനൊന്നും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഇതിനൊക്കെ പാമോയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണത്. അതിനകത്ത് മറന്നുപോയി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മതി. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും ചായ കുടിക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ പറയൂല. ഇനി തുടങ്ങി ആരോടും പറയൂല കേട്ടോ. ഇതാ കോവയ്ക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണമെന്ന്. ഇത്രയും മുളക് പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. അത് നന്നായിട്ടൊന്ന് ഇളക്കി തൽക്കാലം അതിനകത്ത് ആ വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ. നമുക്ക് ഇറക്കാം.
തീ കൂട്ടി വെച്ചിട്ടുണ്ട്. കോവയ്ക്ക മൂടി വെച്ച് വേവിച്ചാലുള്ള കുഴപ്പം പറയുമ്പോൾ കോവയ്ക്കകത്തുള്ള വെള്ളം ഇറങ്ങും, പിന്നെ ഒരു തരം ചിളചിളാന്നായി പോവും. അതുകൊണ്ടാണ് കോവയ്ക്ക് നമ്മൾ വെള്ളമൊഴിച്ച് മൂടി വെച്ചും വേവിക്കാത്തത് കേട്ടോ. അപ്പോൾ തീർന്നേ.